വെൽക്കം ബാക്ക് ടു എൽസ മിക്ക വ്ളോഗ്സ്. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കണേ എൻ്റെ ജേർണൽ ബുക്കിൻ്റെ ടൂർ കാണിക്കാനാണ്. അപ്പം ഞാൻ ഈ ജേർണൽ ബുക്ക് വാങ്ങിച്ചേക്കണേ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഇതിനെ ഞാനൊരു 5 ഔട്ട് ഓഫ് 5 തന്നെ റേറ്റ് ചെയ്യും. കാരണം ഇത് നല്ലതാണ്. നമുക്ക് സ്റ്റിക്കേഴ്സ് കിട്ടും, കുറേ ഇത് കിട്ടും, പേപ്പർ കിട്ടും, പാറ്റേൺ പേപ്പേഴ്സ് കിട്ടും, ഒത്തിരി സാധനങ്ങൾ കിട്ടും. അപ്പോൾ നമുക്ക് ജേർണൽ ബുക്കിൻ്റെ ടൂറിലേക്ക് പോവാം. അപ്പോൾ ഈ ജേർണൽ ബുക്ക് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം. എനിക്ക് പിന്നെ ഇഷ്ടം ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പം ഇതാണ് ഞാൻ ആദ്യം ചെയ്ത ജേർണലിങ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഇത് ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കൂടെയാണ് ചെയ്തത്. ബെസ്റ്റ് ഫ്രണ്ട്, അവളുടെ പേര് കീർത്തന എന്നാണ്. പിന്നെ ഞാൻ ഇത് ചെയ്തു. ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് നോട്ട്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇത് ഞാൻ ഡ്രൈഡ് ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് ചെയ്തതാണ്. ഇതും എനിക്കിഷ്ടപ്പെട്ടു. ഇത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതാണ്. പിന്നെ ഇത് ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്കേഴ്സ് ഒക്കെ ഒട്ടിച്ചുള്ളൂ. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഇതും ഇഷ്ടമാണ്. ഈ പേജ് എനിക്ക് പിന്നെ ഇഷ്ടമാണ്. ഇതൊരു ചൈനീസ് പേജ് പോലെ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയതാണ്, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതും ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് എൻ്റെ ഫാദറിനും എനിക്കും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനും എല്ലാവർക്കും ഈ ജേർണലിങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇത് ഞാൻ ഈ ജേർണലിങ് കിറ്റിലുള്ള ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ഓൺ സ്റ്റെപ്സ് വെച്ചൊക്കെ ചെയ്തതാണ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഞാൻ ഇതിൻ്റെ അകത്ത് കുറേ സാധനങ്ങൾ യൂസ് ചെയ്തു. ഇതും ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ ജസ്റ്റ് പടം വരച്ചിട്ടിങ്ങനെ ഓരോ പാട്ടുകളും എനിക്കിഷ്ടപ്പെട്ട പാട്ടൊക്കെ എഴുതിയതാണ്. ഇതും വേൾഡ് എൻഡ് ചെയ്യുവാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അങ്ങനെയൊക്കെ. പിന്നെ ഇത് ഞാനൊരു ദിവസം ബീച്ചിൽ പോയി. ആ ബീച്ചിൽ പോയതിൻ്റെ ദിവസത്തിനെ പറ്റി എഴുതിയതാണ്. ഇത് ഞാൻ കളർ പെൻസിൽ വെച്ചൊക്കെ കളർ അടിച്ചതാണ്. അതായത് കോഫി, അങ്ങനെ മിൽക്ക്, അതുപോലത്തെ. ഇത് ഞാനൊന്നും എഴുതിയിട്ടില്ല. ഇത് ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് ഇട്ടു. ഈ ജേർണലിങ് നിങ്ങൾക്ക് റിമെമ്പർ ചെയ്ത് കാണും, കാരണം നമ്മളിത് ജേർണലിങ് മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ജേർണലിങ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കണമെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കുക. ബായ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പിന്നെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, മെമ്മോ പാഡ് ഉണ്ടാക്കണതും പിന്നെ ഒരു ക്യൂട്ട് ഹൗസൊക്കെ ഉണ്ടാക്കണതും. അത് നിങ്ങൾക്ക് അത് ഉറപ്പായിട്ടും വാച്ച് ചെയ്യാൻ നോക്കുക. സോ ബൈ.